നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സരോജമ്മയുടെ സംസാരവും രീതിയൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ? ദേഷ്യം വരുമ്പോ അങ്ങേ അറ്റം വരെയും പറയും. അത് മാറുമ്പോ ഇങ്ങേ അറ്റം വരെ സ്നേഹിക്കുകയും ചെയ്യും. അവിടെയാണ് രാജാറാം എന്റെ പല വാദപ്രതിവാദങ്ങളും തകർന്നു തുടങ്ങിയത്. നീ പറഞ്ഞ സരോജാമ്മയുടെ സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ സ്വന്തം മകളായ ശ്രീലക്ഷ്മി മനസ്സിലാക്കാത്തതിലാണ് എന്റെ ആലോചനകൾ മാറിത്തുടങ്ങിയത്, സംശയങ്ങൾ തോന്നിത്തുടങ്ങിയത്. ശ്രീലക്ഷ്മി ആയിരുന്നെങ്കിൽ അവിടെ തന്നെ പരിഹാരം ഉണ്ടാകേണ്ട ഒരു വിഷയത്തിൽ ഒന്നും മിണ്ടാതെ പതറിയാണ് ശ്രീലക്ഷ്മി നിന്നത്. സ്വന്തം അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടും കുലുങ്ങാതെ നിന്ന ശ്രീലക്ഷ്മിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സരോജാമ്മയുടെ ഓരോ വാക്കുകൾക്കും താൻ തന്നെയാണ് കുറ്റക്കാരിയെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ശ്രീലക്ഷ്മി സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്റെ ശ്രീലക്ഷ്മിയിൽ നിന്ന് ഒരിക്കലും ഇങ്ങനൊരു പ്രതികാരം ഉണ്ടാവില്ലെന്ന് സത്യമാണ്. മനസ്സിലായി രവി, നടന്നത് ചെറിയൊരു സന്ദർഭം. അതിനെ വേറെ പല കാര്യങ്ങളുമായി കൂട്ടിക്കെട്ടി ആലോചിച്ച് നീ വലുതാക്കിയതാ ബാക്കിയെല്ലാം. അതെ, അത് തന്നെയാ നടന്നിരിക്കുന്നത്. ഇനിയും നീ ഇതിനെ ആലോചിച്ച് വലുതാക്കും. അതുകൊണ്ട് ആ ആലോചന നമുക്ക് ഇവിടെ നിർത്താം. അത് കൺമണിയാണെങ്കിലും ശ്രീലക്ഷ്മിയാണെങ്കിലും ആദ്യം രൂപം കൊണ്ടും ഇപ്പോ സംഭാഷണ ഭാവ വ്യത്യാസങ്ങൾ കൊണ്ടും അത് ശ്രീലക്ഷ്മി തന്നെയാണ് എന്ന നിഗമനത്തിലാ നീ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്. സത്യം പറഞ്ഞ എല്ലാവരുടെയും സംശയങ്ങൾക്കിടയിൽപ്പെട്ട് അവൾ അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ശരിക്കും കൺമണിയാണെങ്കിൽ തന്നെ അവൾ വന്ന കാര്യം എന്നേ കഴിഞ്ഞു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വരെ പറഞ്ഞിട്ടും അവൾ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ശരിവച്ചൊരുവി. അവൾ നിന്റെ ശ്രീലക്ഷ്മി തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധമുണ്ട്. പ്രണയം കൊണ്ട് നിങ്ങൾ തന്നെ കെട്ടിപ്പടുത്തുയർത്തിയ ഒരു ആത്മബന്ധം. നിന്നെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു. എന്തൊക്കെയോ കുറച്ച് മിസ്സിംഗ് ഉണ്ട് ശ്രീലക്ഷ്മിയിൽ. അതിൽ പ്രധാനം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത നീയും നിന്റെ സ്നേഹവുമാണ്. എത്ര താഴ്വരയിലേക്ക് വീണാലും അത് ശ്രീലക്ഷ്മിയിൽ നിന്ന് പോവില്ല. ഒരു ദിവസം, എന്നെങ്കിലും ഒരു ദിവസം അവളെല്ലാം ഓർക്കും, പറയും, തിരിച്ചറിയും. നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഒരാൾക്കും അവരവരുടെ വ്യക്തിത്വം വിട്ട് അധികകാലം ജീവിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നിന്റെ ശ്രീലക്ഷ്മിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുമ്പോഴൊക്കെ നീ ഒരു അതിരും വയ്ക്കാതെ, സംശയത്തിന്റെ ഒരു കണുകക്കിടം കൊടുക്കാതെ നീ അവളെ സ്നേഹിക്കണം രവി. നില മറന്ന് സ്നേഹിക്കണം. നമുക്കറിയാം നിങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്ന്. നമ്മൾ ഇവിടെ വന്ന് ഒരു പരിചയമില്ലാത്ത നിങ്ങളെടുത്ത് ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇന്ന് രാവിലെ ആ രവിവർമ്മന് നേരെ നിങ്ങളെ ഗുണ്ട ഒരു വെടിവെച്ചില്ലേ? അതല്പം മാറിയിരുന്നെങ്കിലേ നമ്മളെ പേട്ട് തല ചിതറിയനെ. നിങ്ങൾക്കാരേലും കൊല്ലണമെങ്കിൽ അത് അവരോടായിക്കോ. ഒരു ബന്ധം ഇല്ലാത്ത ഈ കൺമണിയെ ഒന്ന് വെറുതെ വിട്. രാഗസുതയ്ക്ക് വേണ്ടത് അവരുടെയൊക്കെ ജീവൻ, നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ പൈസ. നമ്മളെ ശ്രീലക്ഷ്മിയെ കാണുന്നിടത്തോളം ചുമ്മാ നമ്മളൊന്ന് ആ രവിവർമ്മനെ മുട്ടി ഒരുമി നിന്നാ മാത്രം മതി. ചോദിക്കുന്നത് അയാള് തരും. അയാള് തരാൻ മടിച്ചാലും ഈ കൺമണി അത് വാങ്ങിച്ചെടുക്കും. കിട്ടാവുന്നതൊക്കെ ഊറ്റി കഴിയുമ്പോ നമ്മളൊരു അങ്ങ് മുങ്ങും. അതുവരെ സുധ നമ്മളെ ഉപദ്രവിക്കരുത്. നീ പറയുന്നതൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടില്ല ഞാൻ. നീ ശ്രീലക്ഷ്മി അല്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല, ഉറപ്പ്. അത് മതി.
അത് മതി നമുക്ക്. പിന്നെ ഇവിടെ വന്ന് സുധയോട് സംസാരിച്ചപ്പോ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ചു. ഈ പറയുന്ന രവിചന്ദ്രവർമ്മനും നമ്മളും രാഗസുധയും തമ്മില് യാതൊരു ബന്ധവും ഇല്ല. രാഗസുധയ്ക്ക് അവരെ കൊല്ലണം. നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസയും വേണം. നമുക്ക് ഒരുമിച്ച് നിന്നാ എല്ലാം എളുപ്പമാവും. എനിക്ക് ആരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഞാനായിട്ട് തന്നെ എന്റെ കാൽച്ചോട്ടി കിടന്ന അവ മരിക്കേണ്ടത്. അതിനി ആര് കുറുകെ നിന്നാലും ശരി, അത് ഞാൻ നടത്തും. നിനക്ക് നമ്മുടെ തനി സ്വരൂപം അറിയാത്തോണ്ടാ. സത്യം, നമുക്കൊരാളെ തകർക്കണമെന്ന് തോന്നിയ തകർത്ത് അസ്ഥിവാരം തോണ്ടിയിട്ടെ നമ്മൾ അടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞത് രാഗസുധയ്ക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇതിനകത്ത് കിടക്കുന്ന നിനക്ക് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. എന്നാ കൺമണിക്കതില്ല. ഇങ്ങനെ വാടക കൊണ്ടേ പറഞ്ഞയച്ച് ഒരു പാഴ്വെടി വെച്ചെന്നും പറഞ്ഞ് രവിയോ കൂട്ടരോ ഭയക്കൊന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരെ എല്ലാരെയും ഭയപ്പെടുത്താനും തകർക്കാനും ഒരൊറ്റ ആയുധേ ഉള്ളൂ: സ്നേഹം. കറ കളഞ്ഞ നല്ല സ്നേഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.